മാന്നാർ കുട്ടമ്പേരൂർ 12ാം വാർഡിൽ 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുന്നക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ അനുവദിച്ച 42 ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന കുട്ടമ്പേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കുന്നക്കാട്ടുകുളത്തിനോട് ചേർന്നുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് മിനി പാർക്കും ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിക്കണമെന്ന വാർഡ് മെമ്പർ അജിത് പഴവൂരിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ 12ാം വാർഡിൽ 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുന്നക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ അനുവദിച്ച 42 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കുട്ടമ്പേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കുന്നക്കാട് കുളത്തിനോട് ചേർന്നുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് മിനി പാർക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിക്കണമെന്ന വാർഡ് മെമ്പർ അജിത് പഴവൂരിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് മന്ത്രി അറിയിച്ചു. ഈ 7 വർഷം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ 2018 മത്സരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ആര് വോട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല വികസനം. ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും MLA ആണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും MP ആണ്. കക്ഷി രാഷ്ട്രീയം നോക്കാൻ പാടില്ല. കക്ഷിയും രാഷ്ട്രീയവും ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്കൊരു ദുഃഖമില്ല. കാരണം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കി. എന്നോട് പല ആളുകളും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മളെടുത്താൽ നമ്മുടെ ആളുകൾക്കൊരു പ്രയാസം വരുമോ? CPM-ൻ്റെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ജയിച്ചിവിടെ നിൽക്കുകയല്ലേ, അവരൊക്കെ പ്രയാസപ്പെടത്തില്ല. അപ്പം ഞാൻ അന്ന് മറുപടിയും പറഞ്ഞു, CPM-ൻ്റെ മെമ്പറും കുഴപ്പമില്ല, കോൺഗ്രസിൻ്റെ മെമ്പറും കുഴപ്പമില്ല, BJP-ക്കാരനും കുഴപ്പമില്ല, ആരാണോ അവർക്ക് ആർക്കും കുഴപ്പമില്ല, ജനങ്ങൾക്ക് കുഴപ്പം വരാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. കാട്ടുകുളം ഏതാണ്ട് 30 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച് മനോഹരമായി ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന് MLA എന്ന നിലയിൽ 42 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. ഈ 2 ചടങ്ങുകളും ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അജിത് പഴവൂർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ BK പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലിം പടിപ്പുരക്കൽ, രാധാമണി ശശീന്ദ്രൻ, അനീഷ് മണ്ണാരേത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തോമസ് ചാക്കോ, ICDS സൂപ്പർവൈസർ ജ്യോതി ജെ, മാന്നാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിത്ര സാബു, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PN ശെൽവരാജ്, സതീഷ് ശാന്തിനിവാസ്, കലാധരൻ കൈലാസം, രാജേന്ദ്ര പ്രസാദ്, CDS അംഗം രാധാ ഗോപി, ADS പ്രസിഡന്റ് മായ സുരേഷ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാന്നാർ.